രാജ്യത്തെ എല്ലാ മേഖലകളിലും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്രത്തിന്റെ തൊഴിൽ ബന്ധിത പ്രോത്സാഹന പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഇതോടെ രാജ്യത്ത് 3.5 കോടി തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ജീവനക്കാർക്കും തൊഴിലുടമകൾക്കും ഒരുപോലെ ഗുണമുള്ളതാണ് പദ്ധതി. കേന്ദ്ര ബജറ്റിലാണ് യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യ അവസരങ്ങൾ സുഗമമാക്കുന്നതിനായി എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി പ്രഖ്യാപിച്ചത്. രാജ്യത്തെ എല്ലാ മേഖലകളിലും തൊഴിൽ സൃഷ്ടിക്കൽ വർദ്ധിപ്പിക്കുക, തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുക, സാമൂഹിക സുരക്ഷ വ്യാപിപ്പിക്കുക, ഉൽപാദന മേഖലയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. 2025 ഓഗസ്റ്റ് 1-നും 2027 ജൂലൈ 31-നും ഇടയിൽ സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലുകൾക്കാകും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. ആദ്യമായി ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക സഹായവും പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന ജീവനക്കാരെ ലക്ഷ്യമിട്ടാണിത്. ഇവർക്ക് ഒരു മാസത്തെ EPF വേതനം പരമാവധി 15,000 രൂപ ഇൻസെന്റീവായി നൽകും. പദ്ധതിയെ വളരെ പ്രതീക്ഷയോടെയാണ് യുവാക്കൾ നോക്കിക്കാണുന്നത്. കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ജോലി അന്വേഷിച്ച് നടക്കുന്ന എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും ആവശ്യമായിട്ടുള്ളത് എന്താണ്, ഈ യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പദ്ധതി എത്രയും വേഗം നടപ്പിലാകട്ടെ എന്നും ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് അറിയട്ടെ എന്നുമാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ സർക്കാർ ഈ സ്കീം കൊണ്ടുവന്നാൽ ഞങ്ങളെ പോലുള്ളവർക്ക് അതൊരു ഹെൽപ്പാണ്. ഇപ്പോൾ ഇവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഈ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ജോലി ഇല്ലാത്തൊരു അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ യങ്ങേഴ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇവിടെയുള്ള യങ്ങേഴ്സ് കൂടുതൽ അബ്രോഡ് പോകാനുള്ള ഒരു ഇത് നോക്കുന്നത്. അവിടുത്തെ ഒരു ജോബ് അവൈലബിലിറ്റി, സാലറി, അതിൻ്റെയൊക്കെ ഒരു ഇത്. പിന്നെ ഇപ്പോൾ ഒരു സ്കീം ഇവർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള കുറേ യങ്സ്റ്റേഴ്സിന് കുറേ ജോബ് കിട്ടും. കൂടുതൽ ജീവനക്കാരെ നിയമിക്കാനും അവരുടെ തൊഴിൽ നിലനിർത്താനും തൊഴിലുടമകളെ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് പദ്ധതിയുടെ രൂപകൽപ്പന. നിർമ്മാണ മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അധികമായി സൃഷ്ടിക്കപ്പെടുന്ന ഈ അവസരത്തിന് ഓരോ അധിക ജീവനക്കാരനും 2 വർഷത്തേക്ക് സർക്കാർ തൊഴിലുടമകൾക്ക് പ്രതിമാസം 3,000 രൂപ വരെ പ്രോത്സാഹനം നൽകും. തൊഴിലുടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ 3-4 വർഷങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് സർക്കാർ പറയുന്നു. ഇതുവഴി ഏകദേശം 2.60 കോടി അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചേക്കും. തൊഴിലുടമകളും പദ്ധതിയെ സ്വാഗതം ചെയ്യുകയാണ്. കൂടുതൽ ആൾക്കാർ ഈ മേഖലയിലോട്ട് വന്നാലല്ലേ ഞങ്ങളുടെ ബിസിനസ്സും ഡെവലപ്പ് ആവുള്ളൂ. അപ്പോൾ അതാണ് ഞങ്ങളുടെ കോൺസെൻട്രേഷൻ. ഇപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി തന്നെയാണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ മാക്സിമം വരുത്തുക ഈ ഫീൽഡിലോട്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ യങ്സ്റ്റേഴ്സ് ഇത്രയും ഗവൺമെൻറ് സബ്സിഡിയൊക്കെ അവൈൽ ചെയ്തുകൊണ്ട് അവരൊരു വ്യവസായം തുടങ്ങുന്നതല്ലേ നല്ലത്. പദ്ധതിക്കായുള്ള മൊത്തം ബജറ്റ് വിഹിതം 99,446 കോടി രൂപയാണ്. ഇത് തൊഴിൽ, വൈദഗ്ധ്യം എന്നിവയ്ക്കായുള്ള പ്രധാനമന്ത്രിയുടെ 2 ലക്ഷം കോടി രൂപയുടെ വലിയ പാക്കേജിന്റെ ഒരു ഭാഗമാണ്. എല്ലാ തൊഴിൽ മേഖലകളിലും ഈ പദ്ധതി വ്യാപിപ്പിക്കുന്നതോടെ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാകും രാജ്യം സാക്ഷ്യം വഹിക്കുക. സൈബ എസ്, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.